Hello, welcome to Enriching English, Module 1, Unit 2, Class 3. In this particular unit, we are studying speaking and communication. Today, we will study tone and emotion. New topic. Tone and emotion play crucial roles in speaking effectively because they significantly influence how your message is received. Influence. സ്വാധീനിക്കുന്നു. ടോൺ അതുപോലെ ഇമോഷൻ. ടോൺ എന്ന് പറഞ്ഞ ശബ്ദമാണ്, ഇമോഷൻ എന്ന് പറഞ്ഞ വികാരങ്ങളാണ്. നമ്മുടെ ശബ്ദത്തിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന ഇമോഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് സ്പീക്കിംഗ് ഇഫക്റ്റീവ്ലി എന്ന പ്രക്രിയയിൽ. അതായത് കൂടുതൽ എഫിഷ്യൻ്റായി വലിയ ഒരു സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും ഈ ടോൺ, ഇമോഷൻ രണ്ട് കാര്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ റോബോട്ടിനെ പോലെ സംസാരിക്കുന്നതും, അതാണ് റോബോട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ സംസാരിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം. അവൻ്റെ സംസാരത്തിൽ അവനപ്പോൾ അനുഭവിക്കുന്ന വൈകാരിക തലം റിഫ്ലക്റ്റ് ചെയ്യും, പ്രതിഫലിക്കും. ആ ശബ്ദത്തിലുണ്ടാവും, ശബ്ദം ഇടറും ചിലപ്പോൾ, അല്ലേ? അതൊക്കെയാണ് അണ്ടർസ്റ്റുഡ് ആൻഡ് റിമെമ്പേർഡ് ബൈ യുവർ ഓഡിയൻസ്. ഇപ്പം നമ്മുടെ ഓഡിയൻസ് മനസ്സിലാക്കുന്നതും അവർ ഓർത്തു വെക്കുന്നതും അവർ സ്വീകരിക്കുന്നതും ഒക്കെ ഈ വൈകാരിക തലവും ഈ ശബ്ദ വ്യത്യാസങ്ങളും ഒക്കെ കാരണം തന്നെയാണ്. They are important in effective speaking because they do the following things. വളരെ പ്രധാനമാണ് ഈ ടോൺ ആൻഡ് ഇമോഷൻ, കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. ബുള്ളറ്റ് പോയിന്റ്സായി നമുക്കവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ പോയിന്റാണ് എൻഗേജ് ദി ഓഡിയൻസ് ആൻഡ് ക്രിയേറ്റ് എ കണക്ഷൻ. ഈ വൈകാരികത അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ, ടോൺ എന്നൊക്കെ പറയുന്നത് ഓഡിയൻസുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമാണ്. രണ്ട്, എൻഹാൻസ് പെർസ്വേഷൻ ആൻഡ് ഇമ്പാക്റ്റ്. നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കാം, നമ്മുടെ മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇൻറ്ററാക്ട് ചെയ്യിപ്പിക്കാനുള്ള എഫേർട്ട്, അതാണ് പെർസ്വേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു വ്യക്തിയെ കൊണ്ട് ആക്ഷൻ ചെയ്യിപ്പിക്കാനുള്ള നമ്മുടെ കഴിവാണ്. അതിനെ സ്വാധീനിക്കുന്നു, അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇംപ്രൂവ് റീടെൻഷൻ ആൻഡ് റീകോൾ ഓഫ് ഇൻഫർമേഷൻ. വസ്തുതകൾ ഓർത്തെടുക്കാൻ, റീകോൾ എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കുക എന്നതാണ് അർത്ഥം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ, കുറേ സമയം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാനും അതുപോലെ തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവുമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ടോണും അതുപോലെ തന്നെ ഇമോഷനും. സെറ്റ് ദി അറ്റ്മോസ്ഫിയർ ആൻഡ് മൂഡ്. അതുപോലെ നമ്മുടെ സംസാരത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ, ടോട്ടൽ ഒരു ഫീല് അത് കൊണ്ടുവരാനും ഇത് സഹായിക്കുന്നുണ്ട്. ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ഒത്തൻറ്റിസിറ്റി. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ ട്രസ്റ്റ് ചെയ്യുന്ന, വിശ്വസിക്കുന്ന, വിശ്വാസ്യതയുടെ തലത്തിലും ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെയാണ് ഒത്തൻറ്റിസിറ്റി, നമ്മുടെ ആധികാരികത. ആൻഡ് അലൗ ഫോർ അഡാപ്റ്റേഷൻ ടു ഓഡിയൻസ് റെസ്പോൺസ്. ഓഡിയൻസിൻ്റെ, കേൾവിക്കാരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണത്തിനോട് അഡാപ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ഈ ടോണൽ വേരിയേഷൻ അല്ലെങ്കിൽ ടോൺ, അതുപോലെ തന്നെ ഇമോഷൻ. ഓഡിയൻസിൻ്റെ മറുപടി എന്താണ്, റെസ്പോൺസ്, അതിനോട് നമ്മെ തന്നെ അഡാപ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഈ ടോണൽ വേരിയേഷൻ സഹായിക്കുന്നു. അടുത്തത്, വേർഡ്സ് carry not only literal meanings but also emotional connotations. വാക്കുകൾ അർത്ഥം മാത്രമല്ല, ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥമാണ്. വാക്കുകൾ അക്ഷരാർത്ഥം മാത്രമല്ല, മറിച്ച് കൊനോട്ടേഷൻസ്, അതായത് സജസ്റ്റഡ് മീനിങ് കൂടി ക്യാരി ചെയ്യുന്നുണ്ട്. ചില വാക്കുകളിൽ അക്ഷരാർത്ഥം മാത്രമായിരിക്കില്ല, അതിനപ്പുറത്തേക്ക് അതിന് അർത്ഥതലങ്ങൾ ഉണ്ടാവാം. അത്തരം അർത്ഥങ്ങൾ തീരുമാനിക്കുന്നത് എന്താണ്? ഈ ടോണാണ്, നമ്മുടെ സംസാരത്തിൻ്റെ ശബ്ദ വ്യതിയാനങ്ങളാണ്. The tone you convey through your choice of words can influence how your message is received. നമ്മൾ ഏതൊക്കെ വാക്കുകൾ സെലക്ട് ചെയ്യുന്നു, അതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഒരു ടോണുണ്ട്, ഒരു പ്രത്യേക മെസ്സേജിന് നമ്മൾ നൽകുന്ന ഒരു ടോണുണ്ട്. അത് തീർച്ചയായും നമ്മുടെ മെസ്സേജ് എത്തരത്തിൽ ആൾക്കാർ സ്വീകരിക്കുന്നു എന്നതിനെ, എത്തരത്തിൽ നമ്മുടെ ഓഡിയൻസ് സ്വീകരിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകം ഓർമ്മിക്കുക, ഇവിടെ ടോൺ എന്ന് പറയുന്നതിന് ചെറിയൊരു അർത്ഥ വ്യത്യാസം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സെൻറ്റൻസ് നമുക്കത് വ്യക്തമാകും.
ദ ടോൺ യു കൺവേ ത്രൂ യുവർ ചോയ്സ് ഓഫ് വേർഡ്സ് എന്ന് പറയുമ്പോൾ, ചോയ്സ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായും ക്ലാസ് 2 കാണുക. ക്ലാസ് 2 നമ്മൾ പറയുന്നുണ്ട് ചോയ്സ് ഓഫ് വേർഡ്സ് അഥവാ ഡിക്ഷൻ. ഡിക്ഷൻ അല്ല, ഡിക്ഷൻ. അപ്പൊ ഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന വേർഡ്സ്, ഒരു കാര്യം പറയാൻ ചൂസ് ചെയ്യുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കണം. അത്തരം ശ്രദ്ധയാണ് നമ്മൾ ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത്തരം വാക്കുകൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിക്ഷൻ, അല്ലെങ്കിൽ ആ പ്രക്രിയയാണ് ഡിക്ഷൻ. ഇത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. നമ്മുടെ സംസാരത്തിന്റെ ടോൺ തീരുമാനിക്കുന്നത് നമ്മുടെ വോക്കൽ കോഡിൽ നിന്ന് വരുന്ന ശബ്ദം മാത്രമല്ല, വാക്കുകൾ ഏത് എന്നതും കൂടിയാണ്. Whether you want to inspire, persuade, inform, entertain, or evoke empathy, selecting words that reflect the appropriate tone and emotion is essential. നമ്മൾ എന്ത് വികാരമാണ് കേൾവിക്കാരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അവരെ സ്വാധീനിക്കുകയാണോ, അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണോ, ഇൻഫർമേഷൻ ആണോ, ഇൻഫോം ചെയ്യുകയാണോ, എന്റർടൈൻ ചെയ്യുകയാണോ, ഇവോക്ക് എമ്പത്തി, സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവരിൽ നിന്നൊരു കാരുണ്യം എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്? എന്താണ് ഉദ്ദേശം? ഇതിന് വേണ്ട അപ്രോപ്രിയേറ്റ് ആയ വാക്കുകൾ വേണം തിരഞ്ഞെടുക്കാൻ. വോയിസ് മോഡുലേഷൻ ആണ് അടുത്ത ടോപ്പിക്ക്. വോയിസ് മോഡുലേഷൻ റെഫേഴ്സ് ടു ദ വേരിയേഷൻ ഇൻ പിച്ച്, ടോൺ, വോളിയം ആൻഡ് പേസ് ഓഫ് സ്പീച്ച്. വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത് ടോൺ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെയാണ്, ശബ്ദത്തിന്റെ വേരിയേഷൻ ആണ്. വേരിയേഷൻ അതായത് ശബ്ദം എന്ന് നമ്മൾ പൊതുവെ പറയുന്നു, അതിൽ തന്നെ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാണ് പിച്ച്, അതായത് നമ്മുടെ ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകളാണ് പിച്ച് എന്ന് പറയുന്നത്. ഉയർന്ന പിച്ചുണ്ട്, താഴ്ന്ന പിച്ചുണ്ട്. അപ്പൊ പിച്ച് കൂടി പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് കൊടുക്കും ചില കാര്യങ്ങൾക്ക്, അതിനാണ് പിച്ച് കൂട്ടിയിട്ട് പറയുന്നത്. ചില വാക്കുകൾക്ക് സ്ട്രെസ് കൂടുതൽ കൊടുക്കേണ്ടി വരും ചില സെന്റൻസുകളിൽ, അപ്പോൾ നമ്മൾ പിച്ച് അവിടെ കുറച്ച് കൂട്ടി പറയും. അതുപോലെ തന്നെ ചില വാക്കുകൾക്ക് അല്ലെങ്കിൽ ചില വാക്കുകളുടെ ഇടയിൽ വരുന്ന ശബ്ദങ്ങൾക്ക് സ്ട്രെസ് കുറച്ച് കൊടുത്താൽ മതി, അപ്പോൾ അവിടെ ചെറിയ പിച്ചിൽ പറയണം. അങ്ങനെയാണ് പിച്ച് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ആ വേരിയേഷനാണ്. ടോൺ എന്ന് പറയുന്നത് നമ്മുടെ സംസാരത്തിന്റെ ഈ ഏറ്റക്കുറച്ചിലിനെ തന്നെയാണ് ടോൺ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് സെയിം മീനിങ് തന്നെയാണ്, എങ്കിലും ടോണിന്റെ ഉയർച്ച താഴ്ചകൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. കാരണം ടോൺ എന്ന് പറയുന്നത് അർത്ഥത്തെ, ഒരു വാക്കിന്റെ അർത്ഥത്തെ അത് ഏത് രീതിയിൽ ഉദ്ദേശിക്കുന്നു എന്നതിനെയൊക്കെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്. വോളിയം, ശബ്ദത്തിന്റെ ഉറക്കെ പറയുന്നുണ്ടോ ചെറുതായി പറയുന്നതൊക്കെയാണ്, ഉച്ച കുറച്ച് പറയുന്നുണ്ടോ ഇതൊക്കെയാണ്. പേസ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സംസാരത്തിന്റെ വേഗതയാണ്. ഇതൊക്കെ കൺവേ മീനിങ് ആൻഡ് ഇമോഷൻ, അർത്ഥവും ഇമോഷനും കൺവേ ചെയ്യുന്നതിന് വേണ്ടി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. Mastering voice modulation can significantly enhance communication effectiveness by adding clarity, emotion, and emphasis to spoken language. ഇപ്പോൾ സംസാര ഭാഷയ്ക്ക് ഊന്നൽ നൽകുക, അതുപോലെ തന്നെ വ്യക്തത നൽകുക, ഇമോഷൻ നൽകുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് അർത്ഥം കൈമാറ്റം ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊക്കെ തന്നെ സ്വാധീനിക്കുന്നത് വോയിസ് മോഡുലേഷൻ ആണ്. വോയിസ് മോഡുലേഷൻ ഇല്ലാതെ നമുക്ക് ക്ലാരിറ്റി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, ഇമോഷൻസ് കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എംഫസിസ് അഥവാ സ്ട്രെസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വോയിസ് മോഡുലേഷൻ. ഈ വോയിസ് മോഡുലേഷനിൽ വരുന്ന, അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. പിച്ച്, അതുപോലെ വോളിയം, അതുപോലെ ടോൺ. ടോണും പിച്ചും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. പിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഉയർച്ച താഴ്ചകളാണെങ്കിൽ, ടോൺ എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകളിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്, ശബ്ദത്തിന്റെ അന്തരീക്ഷമാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന ഒരു സെന്റൻസിന്റെ പൊതുവിലുള്ള ശബ്ദവിന്യാസത്തിനെയാണ് ടോൺ എന്ന് പറയുന്നത്. ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ ശബ്ദവും നമ്മൾ ഉച്ചരിക്കുന്ന ഏറ്റക്കുറച്ചിലുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ റിതം ഉണ്ട്. ആ ഏറ്റക്കുറച്ചിലുകളെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഈ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു ശബ്ദത്തിന്റെ വിന്യാസം ഉണ്ടല്ലോ, അതിനെയാണ് ടോൺ എന്ന് പറയുന്നത്. അത് രണ്ടും വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൻ്റെ അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് ക്ലാസ്സുകളിൽ അത്തരം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം താല്പര്യമുള്ളവർക്ക് ലിംഗ്വിസ്റ്റിക്സിന്റെ ക്ലാസ്സുകളിലേക്ക് വരാവുന്നതാണ്.
അടുത്തതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. സ്ട്രെസ് ആണ് ഒന്നാമത്തത്. ഞാൻ ഇതിനിടയിൽ പറഞ്ഞു പോയതിൽ സ്ട്രെസ് എന്ന വാക്ക് സൂചിപ്പിച്ചിരുന്നു. ഇറ്റ് ഇൻവോൾവ്സ് എംഫസൈസിങ് certain വേർഡ്സ് ഓർ syllables to highlight their importance or significance within a sentence. സ്ട്രെസ് എന്ന് പറയുന്നത് എംഫസൈസിങ് എന്ന് വെച്ചാൽ ഊന്നൽ കൊടുക്കുകയാണ്. ചില വാക്കുകൾ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ അതിൽ ചില വാക്കുകളെ ഊന്നൽ കൊടുത്ത് പറയും. അല്ലെങ്കിൽ ചില സിലബിൾസ്. എന്താ സിലബിൾസ് എന്ന് പറഞ്ഞാൽ? സിലബിൾ, ആ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ. SYLLABLES, സിലബിൾ. സിലബിൾസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിലബിൾസ് ബഹുവചനമാണ്, സിലബിൾ ആണ് ഏകവചനം. അപ്പോൾ സിലബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ യൂണിറ്റ് എന്ന് പറയാം. ഒരു യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു വലിയ വാക്ക് പറയുമ്പോൾ അതിൽ ഇടയ്ക്ക് നമ്മൾ ഒറ്റ ശ്വാസത്തിൽ പറയാതെ ഇടയ്ക്ക് ബ്രേക്ക് വെച്ചുകൊണ്ട് പറയും. ആ ബ്രേക്കിംഗ് യൂണിറ്റ്സിനെയാണ് നമ്മൾ സിലബിൾസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മാൻ എന്ന വാക്ക്, MAN, മാൻ എന്ന വാക്ക് ഒറ്റ സിലബിളേ ഉള്ളൂ, ഒറ്റ സ്ട്രെച്ചിന് പറയാവുന്ന വാക്കാണ്. എന്നാൽ മറ്റൊരു വാക്ക് ഞാൻ പറയാം, ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ നമുക്ക് ഒറ്റ സ്ട്രെസ് പറയാൻ പറ്റില്ല. മാൻ എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ ഇഗ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ, അതേ സ്ട്രെച്ചിൽ. എന്നാൽ ഈ വാക്ക് വലിയ വാക്കാണ്, എക്സാമിനേഷൻ. അപ്പൊ എത്ര സിലബിൾ ഉണ്ട്? മാൻ എന്ന വാക്കിൽ ഒറ്റ സിലബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെ എത്ര സിലബിൾ ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു വാക്കിന്റെ റിതം തന്നെ നമുക്ക് മനസ്സിലാവും. എക്സാമിനേഷൻ, എക്സാമിനേഷൻ. 5 സിലബിളാണ് ഈ വാക്കിലുള്ളത്, എക്സാമിനേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ നമ്മളൊരു വലിയ വാക്കാണെങ്കിൽ ആ വലിയ വാക്ക് വിട്ടുവിട്ടാണ് പറയുക. ആ പറയുന്ന കഷ്ണങ്ങളിലെ പീസുകളിലെ യൂണിറ്റുകളെയാണ് സിലബിൾ എന്ന് പറയുന്നത്. ഒരു സിലബിളിൽ ഒന്നിലധികം ശബ്ദങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഒറ്റ ശബ്ദമേ ഉണ്ടാവാനിടയുള്ളൂ, ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവാം. ഡിപ്പെൻസ്. ഓക്കെ. പിന്നെ എല്ലാ സിലബിളിലും ചില പ്രത്യേക സവിശേഷതകളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല, അതിവിടെ ആവശ്യമില്ല. ഈ ഒരു സെക്ഷനിൽ അത് ആവശ്യമില്ല. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ പഠിക്കും, കുറച്ച് കാര്യങ്ങൾ മാത്രം. ഓക്കെ. കാരണം ഇതൊരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലിംഗ്വിസ്റ്റിക്സിന്റെ സീരിയസ് ക്ലാസ് അല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ സിലബിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വലിയ സെന്റൻസുകളിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് വേർഡ്സിനും അതുപോലെ തന്നെ വേർഡ്സിനുള്ളിൽ ചിലപ്പോൾ സിലബിൾസ് ഉണ്ടെങ്കിൽ സിലബിൾസിനും സ്ട്രെസ് കൊടുക്കും. ഉദാഹരണത്തിന് എക്സാമിനേഷൻ, ഏഷ്യൻ എന്നുള്ള ഭാഗത്താണ് അവിടെ സ്ട്രെസ്. അതുകൊണ്ടാണ് നീട്ടി പറയുന്നത്. സ്ട്രെസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ചില ഭാഗങ്ങൾ നീട്ടി പറയും, ചില ഭാഗങ്ങൾ ഉറച്ചു പറയും. ഈ നീട്ടി പറയാന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ വാക്ക് കൂടുതൽ കേൾക്കണം, അല്ലെങ്കിൽ ആ സിലബിൾ കൂടുതൽ കേൾക്കണം പറയുമ്പോൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ന്യൂസും അല്ലെങ്കിൽ സിനിമയൊക്കെ ഇംഗ്ലീഷിൽ കാണുന്ന സമയത്ത് ഫുൾ വാക്ക് നമ്മൾ ഇവർ പറയുന്നത് കേൾക്കൂല, ചില കഷ്ണങ്ങളെ കേൾക്കും നമുക്ക്. ഉദാഹരണത്തിന് അബൌട്ട് എന്നുള്ള വാക്ക് ഒരിക്കലും അബൌട്ട് എന്ന് പറയുന്നത് കേൾക്കൂല നമ്മൾ. ബൗട്ട് എന്നേ കേൾക്കുള്ളൂ. ബൗട്ട്, ബൗട്ട്, അതാണ് അതിൻ്റെ 2 സിലബിൾസ് വരുന്നത്. അപ്പോൾ ബൗട്ട് എന്ന് മാത്രമേ ചിലപ്പം കേൾക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇത്തരത്തിൽ സിലബിൾസിലൂടെ സിലബിൾസിനെ സ്ട്രെസ് ചെയ്തും സ്ട്രെസ് ചെയ്യാതെയും ഒക്കെയാണ് ഇംഗ്ലീഷ് സംസാരത്തിലെ ഇംഗ്ലീഷിന്റെ സെന്റൻസുകൾ പറയുന്ന സമയത്ത് ഒരു റിതം ഉണ്ടാക്കിയെടുക്കുന്നത്. ആ റിതം ആ ഭാഷയുടെ ഭാഗവുമാണ്. റിതം ഇല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ആ ഒരു പ്രോപ്പർ ഉച്ചാരണത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റിതം ഉപയോഗിക്കുന്നത്. അതിന് നേറ്റീവ് സ്പീക്കേഴ്സ് തന്നെ ഉപയോഗിച്ച് പരിചയിച്ച് ഭാഷയുടെ ഭാഗമായ ഒരു വസ്തുതയാണ് ഭാഷയുടെ റിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഒരു റിതമിക് ലാംഗ്വേജ് ആണെന്നുള്ളത് നിങ്ങൾ ഓർക്കുമല്ലോ. ഒരു താളമുള്ള ഭാഷയാണ്. എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ താളമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനോഹരമായ താളമുള്ള ഭാഷയാണ് മലയാളവും. തമിഴ് പ്രത്യേകം നല്ല താളമുള്ളൊരു ഭാഷയാണ്. അപ്പോൾ ഇത്തരത്തിൽ താളം എല്ലാ ഭാഷകൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എനിവേ, ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ സിലബിൾസും വേർഡ്സും. It involves emphasizing certain words or syllables to highlight their importance or significance within a sentence. ഒരു സെന്റൻസിൽ ചില വാക്കുകളുടെയോ അല്ലെങ്കിൽ സിലബിൾസിൻ്റെയോ പ്രാധാന്യത്തെ ഊന്നി പറയുന്നതിന് വേണ്ടി ഹൈലൈറ്റ് ചെയ്യുക. ഉച്ചാരണത്തിലാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹൗ ആർ യു? ദിസ് ഇൻഡിക്കേറ്റ്സ് സ്പീക്കർ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ഹൗ ദ പേഴ്സൺ അഡ്രസ്ഡ് ഈസ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ആർ യു, അവിടെ ആർ എന്നുള്ളത് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഹൗ ആർ യു അർത്ഥം എല്ലാവർക്കും അറിയാമല്ലോ, എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെയാണ്. ഇവിടെ ആർ എന്നത് സ്ട്രെസ് ചെയ്യുന്നുണ്ട്, ആ വേർഡ് സ്ട്രെസ് ചെയ്യണം ആ സെന്റൻസ് നോക്കുകയാണെങ്കിൽ, അല്ലേ?
ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആർ എന്ന വാക്ക് സ്ട്രെസ് ചെയ്യുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ആ വ്യക്തി, എന്താണ് ആ വ്യക്തിയുടെ അവസ്ഥ, അതിലാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. ഇനി അടുത്തത്, ദ പേഴ്സൺ അഡ്രസ്ഡ് റെസ്പോൺസ് വിത്ത്, നമ്മൾ ആരോടാണ് ചോദിച്ചത് അയാൾ മറുപടി പറയുകയാണ് ഹൗ ആർ യു, ഹൗ ആർ യു, ടേണിംഗ് ദ ഫോക്കസ് ബാക്ക് ടു ദ സ്പീക്കർ ബൈ സ്ട്രെസ്സിങ് യു. യു എന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് എന്തായി, തിരിച്ച് നീ എങ്ങനെ, നിനക്ക് സുഖമാണോ, സുഖമാണോ നിനക്ക്, ആദ്യം ചോദിച്ചു. രണ്ടാമത് നിനക്ക് സുഖമാണോ, നീ എന്നതിൽ സ്ട്രെസ് ചെയ്തു. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് മാറുമ്പോൾ കണ്ടോ മീനിങ് ചെറുങ്ങനെ മാറുന്നുണ്ടോ, അതാണ്. നെക്സ്റ്റ്, ഇന്റോണേഷൻ. ദിസ് റെഫേഴ്സ് ടു ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് പിച്ച് ഇൻ സ്പീച്ച്. സംസാരിക്കുമ്പോൾ പിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞു നേരത്തെ അല്ലെ. ആ ഉയർച്ച താഴ്ചകളെയാണ് ഇന്റോണേഷൻ എന്ന് പറയുന്നത്, മൊത്തത്തിൽ പറയുന്നത് ഇന്റോണേഷൻ. വിച്ച് ക്യാൻ കൺവേ ഡിഫറെൻറ്റ് ഇമോഷണൽ സ്റ്റേറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ് ഓർ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. വ്യത്യസ്ത ഇമോഷണൽ സ്റ്റേറ്റിനെ ഇൻറ്റോണേഷൻ കാണിക്കാം, ആറ്റിറ്റ്യൂഡുകളെയും ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, അതായത് ഗ്രാമറിനെയൊക്കെ നമ്മൾ പറയുന്ന സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറൊക്കെ ഇൻറ്റോണേഷൻ ഉപയോഗിച്ച് കാണിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ ആണോ, സ്റ്റേറ്റ്മെൻ്റ് ആണോ, എക്സ്ക്ലമേഷൻ ആണോ, ആശ്ചര്യമാണോ, ഒക്കെ ഈ ടോണൽ വേരിയേഷൻ എന്ന് പറയും. ഇൻറ്റോണേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാം, ടോണൽ വേരിയേഷൻ. പിച്ചിൻ്റെ വേരിയേഷൻ കൊണ്ട് നമുക്ക് ഇതെല്ലാം കാണിക്കാൻ പറ്റും. നമ്മൾ എഴുതി വായിക്കുന്ന ഒരു സെൻറ്റൻസിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ആവശ്യമില്ല എഴുതുമ്പോൾ. പക്ഷെ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒരാൾ കോൺവേഴ്സേഷനിൽ അല്ലെങ്കിൽ ഒരാളോട് കൺവേഴ്സ് ചെയ്യുകയാണ്, സംസാരിക്കുകയാണ്, ജസ്റ്റ് വർത്താനം പറയുകയാണ്, അന്നേരം ഇത് ആവശ്യമുണ്ട്. കാരണം അല്ലാതെ നമ്മൾ പറയുന്ന ഐഡിയ പൂർണ്ണമായി അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വേരിയേഷൻ ഉപയോഗിക്കും. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, എൻജോയിങ് ദ മീൽ, ദ ലാസ്റ്റ് വേർഡ് വിൽ എൻഡ് ഇൻ എ ഹൈ പിച്ച് ടു ഇൻഡിക്കേറ്റ് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഇതൊരു ചോദ്യമാണ്. എൻജോയിങ് ദ മീൽ എന്ന വാക്ക്, ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അവിടെ സാധാരണ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവുക, ഫസ്റ്റ് ഡു യു എന്നുണ്ടാവും, അല്ലെങ്കിൽ വാട്ട്, വിച്ച്, വെൻ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പം വായിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ, ഓക്കെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, എൻജോയിങ് ദ മീൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഞാൻ മീല്, എൻ്റെ ഭക്ഷണം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ്, എൻജോയിങ് ദ മീൽ. ഇനി തിരിച്ചു പറയാം, എൻജോയിങ് ദ മീൽ. എൻ്റെ ടോൺ വേരിയേഷൻ കണ്ടോ, ലാസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ച് ഹൈ പിച്ചിലേക്ക് പോയി. എൻജോയിങ് ദ മീൽ, എന്നെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുക, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ മീൽ, ഭക്ഷണം എൻജോയ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടെന്ന ടോണിൽ വ്യക്തമായി, അത് ചോദ്യമാണെന്ന് വ്യക്തമായി. അപ്പോൾ ഇങ്ങനെ ടോണൽ വേരിയേഷൻ അല്ലെങ്കിൽ പിച്ച് വേരിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റോണേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇൻറ്റോണേഷൻ ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ടോണൽ വേരിയേഷൻ ഉപയോഗിച്ച് അതുവഴി നമുക്ക് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കേൾക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും, സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അടുത്തതാണ് അസേർഷൻ. Voice modulation can be used to assert or assertively state a point, often characterized by a confident tone and clear articulation. നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ശബ്ദം ഉപയോഗിച്ചുകൊണ്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക. വോയിസ് മോഡുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ ആയിട്ട് ഒരു വ്യക്തിയോട് കാര്യം പറയുമ്പോൾ വളരെ അസേർട്ടീവായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. വളരെ ആജ്ഞ നിറഞ്ഞ ശബ്ദത്തോട് സംസാരിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ടെല്ലിംഗ് ദ പേഴ്സൺ സിറ്റിംഗ് നെക്സ്റ്റ് ടു യു ഇൻ എ സിനിമ ഹാൾ, വെൻ യു ടോക്ക് ഐ കാൻ ഹിയർ ദ ഡയലോഗ്സ്, പ്ലീസ് കീപ് ഇറ്റ് ഡൗൺ. തൊട്ടടുത്ത സിനിമ കാണുന്ന ആൾ സംസാരിക്കുകയെന്ന് വിചാരിക്കുക. അയാളോട് നമ്മൾ പറയണം, നിങ്ങൾ ഒച്ചയൊന്ന് കുറച്ച് പറയൂ, എനിക്ക് സിനിമ കാണുമ്പോൾ കേൾക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഏത് ടോൺ ഉപയോഗിക്കണം, കുറച്ച് അസേർട്ടീവ് ആണ് അവിടെ അല്ലേ, കുറച്ച് എന്താ പറയുക, കുറച്ചൊരു ധൈര്യത്തോടെ ഉറച്ച ശബ്ദത്തിൽ കോൺഫിഡൻസോടുകൂടി പറയണം, അല്ലെങ്കിൽ അവർ അടങ്ങിയിരിക്കില്ലല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ അതുപോലെ വെൻ യു ടോക്ക് ഐ കാൻ ഹിയർ ദ ഡയലോഗ്സ്, പ്ലീസ് കീപ് ഇറ്റ് ഡൗൺ, ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരും സംസാരിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് എക്സ്ക്ലമേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് heightened pitch, volume or intensity to express strong emotions such as surprise, excitement or urgency. എക്സ്ക്ലമേഷൻ നമുക്കറിയാം, ആശ്ചര്യമാണ്, സർപ്രൈസാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസിയോ ഏർജൻസിയോ ഒക്കെയാണ്. എന്താ ഇവിടെ ഈ ടോൺ എങ്ങനെ വേണം, എങ്ങനെ വോയിസ് മോഡുലേഷൻ വേണം, കുറച്ച് ഹൈ പിച്ചിൽ പറയുക, വോളിയം കുറച്ച് കൂട്ടുക, ഇൻറ്റൻസിറ്റി കൂട്ടി തീവ്രത കൂട്ടി പറയുക. ഫോർ എക്സാമ്പിൾ,
What a lovely painting you have created. How fantastic. കുറച്ച് ഹൈ പിച്ചിൽ മനസ്സിലായില്ലേ? How fantastic. What a lovely painting you have created. How fantastic. നമ്മുടെ ഒച്ചയൊക്കെ അങ്ങോട്ട് മാക്സിമം യുനോ ഹൈറ്റിൽ പോയി പിച്ച് കൂടി ശബ്ദം വരാണ്ടായി അമ്മാതിരി ഉച്ചിൽ പറഞ്ഞു. അതാണ് വേണ്ടത്. Emphasis. This entails giving special importance or emphasis to specific words or phrases in a sentence to convey intended meaning or emphasis on a particular point. Emphasis എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ട്രെസ് തന്നെയാണെന്ന് പറയാം. Please, for example, please place the book on the table. This indicates the emphasis on the place. Table എന്ന വാക്ക് കുറച്ച് ഊന്നി പറഞ്ഞു അങ്ങോട്ട്. Table. അതാണ് അവിടെ ക്യാപിറ്റലിൽ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ സ്ഥലം കുറച്ച് പ്രധാനപ്പെട്ടതാണ്, അവിടെ തന്നെ വെക്കണം എന്ന അർത്ഥത്തിൽ നമ്മൾ കുറച്ചൊന്ന് ഊന്നി പറയുക എന്നുള്ളതാണ് എംഫസിസ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി സ്ട്രെസ് വരുന്ന വാക്കുകളല്ല. സ്ട്രെസ് എന്ന് പറയുന്നത് ശരിക്കും ലാംഗ്വേജിൽ ബൈ നേച്ചർ ഉള്ള വസ്തുതയാണ്. അത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിനൊരു സിസ്റ്റം ഉണ്ട്, സിസ്റ്റമാറ്റിക്കായി. അതായത് സിസ്റ്റം വരുന്ന കൺവെൻഷനിൽ നിന്നാണ്. ഈ ലാംഗ്വേജിൻ്റെ കൺവെൻഷനാണ് അതിൻ്റെ സ്ട്രെസ് തീരുമാനിക്കുന്നത്. അപ്പോൾ കൺവെൻഷനലി ലാംഗ്വേജിനുള്ള അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എംഫസിസ് ഓൺ ദി അതർ ഹാൻഡ് ഇസ് സംതിങ് വി യൂട്ടിലൈസ് ടു ക്രിയേറ്റ് particular meaning, or here for example a convenient message if you want to convey something like that. വളരെ കൺവീനിയൻ്റ് ആയ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവിടെ ഈ എക്സാമ്പിൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടേബിളിൽ വെക്കൂ, ടേബിൾ. ഇങ്ങനെ ആ പ്രത്യേക സ്ഥലത്തെ ഊന്നി പറയാനും ആ ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് എംഫസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് തിയററ്റിക്കലായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമല്ല. അത് യൂസിനനുസരിച്ച് നമുക്ക് മാറ്റാം, മറിക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം. എംഫസിസ് എവിടെയും നമുക്ക് കൊടുക്കാം. അത് വ്യക്തിപരമായ കൺവീനിയൻസ് ആണ്. സ്ട്രെസ് അങ്ങനെയല്ല. സ്ട്രെസ് വ്യക്തിപരമായ കൺവീനിയൻസ് അല്ല. അതൊരു കൺവെൻഷൻ്റെ, പതിവിൻ്റെ അല്ലെങ്കിൽ ട്രഡീഷൻ്റെ ഭാഗമായി, ഭാഷയുടെ ഭാഗമായി മാറിയ, ഭാഷയുടെ ഭാഗമായ ഒരു ലിംഗ്വിസ്റ്റിക് ഫീച്ചറാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. ഇനി ടാസ്ക് 4ലേക്ക് നമ്മൾ അടുത്തതായിട്ട് കിടക്കുകയാണ്. Keeping in mind the 5 points given in the previous section, read the given scenarios. നമ്മൾ കണ്ടിട്ടുള്ള ഈ 5 പ്രധാനപ്പെട്ട ടോണൽ വേരിയേഷൻ അല്ലെങ്കിൽ വോയിസ് മോഡുലേഷനെ കുറിച്ച് 5 പോയിന്റ്സ് നമ്മൾ കണ്ടു. ഈ 5ഉം വായിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി അത് വെച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സിനാരിയോസ്, സിറ്റുവേഷൻസ് നമ്മൾ വായിക്കുക. മേക്ക് സെൻറ്റൻസസ് ആൻഡ് യൂസ് ദി അപ്രോപ്രിയേറ്റ് വോയിസ് മോഡുലേഷൻ ടു റീഡ് ദം അലൗഡ്. ഇവിടെ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കണം ആദ്യം തന്നെ, എന്നിട്ട് അതിനെ വായിക്കുക. വായിക്കുമ്പോൾ പറ്റുന്ന ആവശ്യത്തിനുള്ള വോയിസ് മോഡുലേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം ഞാനിവിടെ സാമ്പിളിന് വേണ്ടി കുറച്ച് സെൻറ്റൻസസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാനതൊരു പ്രത്യേക വോയിസ് മോഡുലേഷനിൽ വായിക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കാരണവും നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സിൽ എഴുതിയെടുക്കേണ്ടവർക്ക് റിപ്പീറ്റ് കണ്ട് എഴുതിയെടുക്കാവുന്നതാണ്. നോട്ട്സ് എഴുതാൻ വേണ്ടി അത് ഞാനിവിടെ സ്ലൈഡിൽ കൊടുക്കുകയാണ്. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ ഷോ ചെയ്ത സ്ലൈഡിൽ ഒരു സ്പെല്ലിംഗ് എറർ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ച് കാണും. 1ാമത്തെ വരിയിൽ, അസേർഷൻ എന്ന ടോപ്പിക്കിൽ 1ാമത്തെ വരിയിൽ അതൊരു ടൈപ്പിംഗ് എറർ വന്നു പോയതാണ്. സ്റ്റേറ്റ് എ പെയിൻ്റ് എന്നാണുള്ളത്. അവിടെ പെയിൻ്റ് അല്ല, പോയിൻ്റ് ആണ്. ഞാനത് പോയിൻ്റ് എന്ന് തന്നെയാണ് വായിച്ചത്. പക്ഷെ അപ്പോഴാണ് ഞാൻ കണ്ടത് അവിടെ പെയിൻ്റ് എന്നാണ് എഴുതിയിട്ടുള്ളതാണ്. ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഐ എം സോ സോറി. അപ്പോൾ ചെറിയൊരു എറർ പറ്റിപ്പോയതാണ്. ചില സ്ലൈഡുകളിൽ ഇങ്ങനെ എറർ വരുന്നുണ്ട്. ടൈപ്പിംഗ് എററാണ്, സ്പീഡിൽ ചെയ്യുന്നതാണ്. കൂടുതൽ സമയം എനിക്ക് അത് ടൈപ്പ് ചെയ്തത് വായിച്ചു നോക്കാൻ കിട്ടിയില്ല. കാരണം ഈ ക്ലാസ്സുകൾ ഏർജൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ഫസ്റ്റ് സെം എക്സാം ഇപ്പോൾ ആവാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണുള്ളത് എല്ലാവരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓടിയപ്പോൾ ഞാനും അവിടെ ഒന്ന് തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക എല്ലാവരും. POINT ആണ് അവിടെ വേണ്ടത്. ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ്. ടെക്സ്റ്റ് കയ്യിലുള്ളവർക്ക് അത് സ്പെല്ലിംഗ് ശരിക്കുള്ളത് അവിടെ കാണാൻ പറ്റും, ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ആൻസറിലേക്ക് പോകാം. ടാസ്ക് 4ൻ്റെ ആൻസർ. Here are the sentences with appropriate voice modulation suggestions for each scenario. ഒന്ന്, ആസ്കിങ് എ ഫ്രണ്ട് അബൌട്ട് ദർ വീക്കെൻഡ് പ്ലാൻസ്. അതാണ് 1ാമത്തെ ചോദ്യം. എങ്ങനെയാണ് ഒരു ഫ്രണ്ടിനോട് വീക്കെൻഡ് പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിക്കുക? എങ്ങനെ ചോദിക്കുക?
നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, അല്ല സ്വാഭാവികമായിട്ടും. ഇനി എങ്ങനെയാണ് വോയിസ് മോഡുലേഷൻ ടിപ്പ് എന്താ? എങ്ങനെയാണ് വോയിസ് മോഡുലേഷൻ വേണ്ടത്? യൂസ് എ റൈസിങ് ഇൻറ്റോനേഷൻ അറ്റ് ദി എൻഡ് ടു എക്സ്പ്രസ് ക്യൂരിയോസിറ്റി ഓർ ഇൻട്രസ്റ്റ്. ഇൻറ്റോനേഷൻ അവസാനം റൈസിങ് കൊടുക്കുക. ഇൻറ്റോനേഷൻ രണ്ട് തരത്തിലാണ് നമ്മൾ പറയാറുള്ളത്, റൈസിങ് ആൻഡ് ഫോളിങ്. റൈസിങ് ഇൻറ്റോനേഷൻ എന്ന് പറഞ്ഞാൽ അത് സെൻറ്റൻസിൻ്റെ അവസാനം പറഞ്ഞ് തീരാനാകുമ്പോൾ ശബ്ദം കൂട്ടി പറയുക. ശബ്ദം നേരത്തെ നമ്മൾ ഒരു ചോദ്യം നമ്മൾ നേരത്തെ വായിച്ചില്ലേ, റൈസിങ് ഇൻറ്റോനേഷനിൽ ആ അതുപോലെ ഉയർത്തി പറയുക. ഫോളിങ് ഇൻറ്റോനേഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദം താഴ്ത്തി പറയുക. ഇതാണ് രണ്ട് ടൈപ്പ് ഇൻറ്റോനേഷൻ ഉള്ളത്. അടുത്തത് ടെല്ലിങ് സംവൺ ടു നോട്ട് ബ്ലോക്ക് ദ പാസേജ് വേ. വഴി മുടക്കരുത് എന്ന് ഒരാളോട് പറയണം. എങ്ങനെയാണ്? എക്സ്ക്യൂസ് മീ, കെൻ യു പ്ലീസ് മൂവ്, യു ആർ ബ്ലോക്കിംഗ് ദ പാസേജ്. അതെങ്ങനെയാണ് വോയിസ് മോഡുലേഷൻ? യൂസ് എ കാം ബട്ട് ഫേം ടോൺ. നല്ല ഫേം ആയ ശബ്ദത്തിൽ എന്നാൽ കാമായിട്ട് പറയുക. എംഫസൈസിങ് പ്ലീസ് ടു മേക്ക് ദ റിക്വസ്റ്റ് പൊളൈറ്റ് ബട്ട് അസേർട്ടീവ്. പ്ലീസ് എന്ന് പ്രത്യേക ഊന്നൽ കൊടുക്കുക, കാരണം പൊളൈറ്റാണ്, നമ്മൾ ധിക്കാരത്തോടെ പറയല്ല. ടെല്ലിങ് സംവൺ ടു ബ്ലോക്ക്, നോട്ട് ടു ബ്ലോക്ക് ദ പാസേജ് വേ. നമ്മുടെ വഴി ബ്ലോക്ക് ചെയ്യല്ലേ എന്നാണ്. വഴി മാറടാ മുണ്ടയ്ക്കൽ ശേഖര എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പൊളൈറ്റായിട്ട് പറയുമ്പോൾ വഴി മാറടാ മുണ്ടയ്ക്കൽ ശേഖര എന്ന് പറയുന്നതിന് പകരം എക്സ്ക്യൂസ് മീ, കെൻ യു പ്ലീസ് മൂവ്, യു ആർ ബ്ലോക്കിംഗ് ദ പാസേജ്. ഇങ്ങനെയാണ് പറയേണ്ടത്. നെക്സ്റ്റ്, റിയാക്ടിങ് ടു ദ ന്യൂസ് ഓഫ് എ നെയ്ബർഹുഡ് ബർഗ്ലറി. ബർഗ്ലറി എന്ന് പറഞ്ഞാൽ മോഷണമാണ്. അടുത്ത വീട്ടിൽ മോഷണം നടന്നു. അപ്പോൾ എന്താ പറയുക? നാട്ടുകാരെ ഓടി വരണേ മോഷണം നടന്നേ, നാട്ടുകാരെ ഓടി വരണേ മോഷണം നടന്നേ എന്ന് അല്ല അല്ലേ. നമ്മൾ കുറച്ചും കൂടി വിശ്വസിക്കാൻ വേണ്ടി, അതായത് നമ്മളല്ലല്ലോ മോഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോക്കാവേണ്ട, ഷോക്ക് അല്ലേ. നമ്മുടെ സിനിമയിലൊരു ക്യാരക്ടർ എങ്ങനെ ചെയ്തത്, നാട്ടുകാരെ ഓടി വരണേ കടയ്ക്ക് തീ പിടിച്ച് എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു സിനിമ ഞാൻ കണ്ടു. അവിടെ ആ ക്യാരക്ടർ തന്നെയാണ് തീയിടുന്നത്. അപ്പോൾ അവൻ അങ്ങനെ എക്സൈറ്റഡ് ഒന്നും ആവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ അങ്ങനെ പറയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ പറയണ്ടേ? വാട്ട്, എ ബർഗ്ലറി ഇൻ അവർ നെയ്ബർഹുഡ്, ദാറ്റ്സ് ടെറിബിൾ. അപ്പോൾ അത് ഫുൾ ഹൈ പിച്ചിലാണ് പോകുന്നത്, ഷോക്കും കൺസേണും ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ. ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ഓൺ വേർ ടു ഹാങ് എ പെയിൻറ്റിങ്. ഒരു പെയിൻറ്റിങ് എവിടെയാണ് തൂക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് എങ്ങനെയാണ്? കുഡ് യു ഹാങ് ദ പെയിൻറ്റിങ് റൈറ്റ് അബൌട്ട് ദ ടേബിൾ, ജസ്റ്റ് എ ലിറ്റിൽ ഹയർ. റൈറ്റ് എന്നുള്ളത് എംഫസൈസ് ചെയ്യുക, ഊന്നി പറയുക. അവിടെ തന്നെ ടേബിളിൻ്റെ തൊട്ട് എന്ന അർത്ഥം അതിൻ്റെ, ആ രീതിയിൽ. അടുത്തത്, ടെല്ലിങ് എ കോ പാസഞ്ചർ നോട്ട് ടു എൻക്രോച്ച് ഓൺ യുവർ സ്പേസ്. തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു യാത്രികയോട് എൻ്റെ സ്പേസിലേക്ക് കയറി ഇരിക്കരുത്, എനിക്ക് കുറച്ച് സ്പേസ് തരൂ എന്ന് പറയണം. എങ്ങനെയാ? കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ, ഐ നീഡ് സം സ്പേസ് ഹിയർ. എന്നാൽ പ്ലീസ് കുറച്ച് എംഫസൈസ് കൊടുക്കുക. ഉറച്ച സ്വരത്തിൽ വേണം പറയാൻ. റൂഡായിട്ട് പറയരുത് എന്നുള്ളതാണ്. ദേഷ്യപ്പെട്ട് പറയരുത്, വളരെ പൊളൈറ്റായി, വളരെ ക്വയറ്റായിട്ട്, എന്നാൽ ഫേം ശബ്ദത്തിൽ അസേർട്ടീവായിട്ട് തന്നെ പറയുക. അസേർട്ടീവ് ആയിരിക്കുകയും വേണം. അടുത്തത്, ടെല്ലിങ് എ കൊലീഗ് ദാറ്റ് ദ പ്രസൻറ്റേഷൻ വാസ് ഇംപ്രസീവ്. നമ്മുടെ ഒരു കൊലീഗിനോട്, പ്രവർത്തകയോട് പ്രസൻറ്റേഷൻ വളരെ നല്ലതായിരുന്നു എന്ന് പറയണം. എങ്ങനെ പറയാം? യുവർ പ്രസൻറ്റേഷൻ വാസ് ഫാന്റാസ്റ്റിക്, റിയലി യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ് എന്നീ വാക്കുകൾ സ്ട്രെസ് ചെയ്യുക, എംഫസൈസ് കൊടുക്കുക. ഫാന്റാസ്റ്റിക് അങ്ങനെയാണ് എംഫസൈസ് ചെയ്യേണ്ടത്. ഗ്രേറ്റ് ജോബ്, യുവർ പ്രസൻറ്റേഷൻ വാസ് ഫാന്റാസ്റ്റിക്, you did a great job. ഗ്രേറ്റ് ഊന്നൽ കൊടുക്കുക. ഈ രീതിയിൽ ആ എക്സൈറ്റ്മെൻറ്റ് എന്തിനാണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുകയാണ്. അടുത്തതാണ് ടാസ്ക് 5. ഇവിടെ ഒരു കാർട്ടൂൺ കൊടുത്തിരിക്കുന്നു, അത് വായിക്കുക. സ്പോട്ട് ദ ഗ്യാപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ. രണ്ട് ക്യാരക്ടേഴ്സ്, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ഗ്യാപ്പ് വന്നു. എന്താണത്? ഹൗ വാസ് ദ പ്രസൻറ്റേഷൻ? ഫസ്റ്റ് വൺ ചോദിക്കുകയാണ്, ഹൗ വാസ് ദ പ്രസൻറ്റേഷൻ? ഇറ്റ്സ് ഫൈൻ, രണ്ടാമത്തെ ആൾ പറയുകയാണ്. I have a few suggestions for the presentation. അപ്പോൾ രണ്ടാമത്തെ ആൾ, I thought you said it was fine. നീ അല്ലേ പറഞ്ഞത് ഫൈനാന്ന്? The problem was there was a misunderstanding caused by
ഡിഫറിങ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ദ വേർഡ് ഫൈൻ. ഫൈൻ എന്ന വാക്കിന്റെ ഇന്റർപ്രിട്ടേഷനിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പേഴ്സൺ ബി അത് കംപ്ലീറ്റ് അപ്രൂവൽ ആയിട്ടാണ് കണ്ടത്. അതായത് എല്ലാം ഓക്കെയാണ്, ഫൈൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെ, ഇനിയൊരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് ബി കണ്ടത്. അതുകൊണ്ടാണ് എ, ആദ്യത്തെ വ്യക്തി സജഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. വാട്ട് വാസ് ആക്ച്വലി മെന്റ്, എന്തായിരുന്നു ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ മെന്റ് ദാറ്റ് ദ പ്രസന്റേഷൻ വാസ് ഓവറോൾ ആക്സെപ്റ്റബിൾ ബട്ട് ദർ വാസ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. ആദ്യത്തെ വ്യക്തി പറഞ്ഞത് നല്ല പ്രസന്റേഷൻ ആണ്, പക്ഷേ ഇംപ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ട്. രണ്ടാമത്തെ ആൾ എന്താ വിചാരിച്ചത്, നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഇനി ഒരു തെറ്റുമില്ല, എല്ലാം ഓക്കെയാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നത്. അടുത്ത ടോപ്പിക്ക് ക്രോസ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്താണ് ക്രോസ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ്? ക്രോസ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രണ്ട് വ്യത്യസ്ത കൾച്ചറുകൾക്കിടയിലുള്ള, രണ്ട് വ്യത്യസ്ത സംസ്കാരത്തിലുള്ള വ്യക്തികൾ ഒരുമിച്ച് ഇടപഴകുന്നതിനെയാണ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നതിനെയാണ് ക്രോസ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. In today's globalized world, we need to communicate effectively with people from different cultures and diverse cultural perspectives, whether it's in classrooms, workplaces or social settings. ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഗ്ലോബലൈസേഷൻ ആണ് എല്ലാ സംസ്കാരത്തിൽ പെടുന്നവരെയും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെയും ഒക്കെ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഈ അവസ്ഥയിൽ അവരോടൊക്കെ സംസാരിക്കുക എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യവുമാണ്. അത് ജോലിസ്ഥലത്തോ ക്ലാസ് റൂമിൽ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള അവസ്ഥകളുണ്ടല്ലോ, അറിയാലോ. അത് ഒരു ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള വ്യക്തികളുമായി നമ്മൾ ഇടപഴകുമ്പോൾ ഏത് രീതിയിൽ വേണം അവരോട് ഇടപഴകാൻ, അവരുമായി സംസാരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം? ഇഫക്റ്റീവ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ്. ഒന്നാമത്തെ കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ്. രണ്ട്, റെസ്പെക്റ്റിംഗ്, ബഹുമാനിക്കലാണ്. ആൻഡ് നാവിഗേറ്റിംഗ്, ഈ സാംസ്കാരിക വ്യത്യാസങ്ങൾക്കിടയിലൂടെ സംവദിക്കുക. ദീസ് കൾച്ചറൽ ഡിഫറൻസസ് ടു കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി. വിജയകരമായി ഇത്തരം നമ്മുടെ നാട്ടിലില്ലാത്തവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിജയകരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവരെ ഉൾക്കൊള്ളണം, അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം, ആ വ്യത്യാസങ്ങൾക്കിടയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വേണം. Sometimes it can be difficult to understand what someone from another culture means. ചിലപ്പോൾ മറ്റൊരു സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. Some cultures, like the British, prefer to say the opposite of what they mean. ബ്രിട്ടീഷുകാർ പ്രത്യേകിച്ച് അവർ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഉദ്ദേശിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The Japanese can be offended if they are not given the proper respect as per their culture. ജാപ്പനീസുകാരാണെങ്കിലോ അവരെ ബഹുമാനം കൃത്യമായി പ്രോപ്പർ റെസ്പെക്റ്റ് കാണിച്ചില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് ഇഷ്ടപ്പെടാതെ വരും. ദി അമേരിക്കൻസ് ആൻഡ് ഡച്ച് ആർ സ്ട്രെയിറ്റ് ഫോർവേഡ്. അമേരിക്കൻസും ഡച്ചുകാരും ഒക്കെ അത്യാവശ്യം നേരെ പോകുന്നുള്ള ആൾക്കാരാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. Therefore, you need to learn cross-cultural communication skills to enhance your ability to collaborate effectively, build meaningful relationships, and thrive in an increasingly multicultural world and navigate it smoothly. അപ്പം നമുക്ക് വളരെ സ്മൂത്തായി ഇന്നത്തെ ഈ മൾട്ടി കൾച്ചറൽ ലോകത്തിൽ, ഒരുപാട് കൾച്ചേഴ്സ് നിലനിൽക്കുന്ന ഈ ലോകത്തിൽ നല്ല രീതിയിൽ മീനിങ് ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ വലിയ ശ്രദ്ധ ആവശ്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് താഴെ കൊടുത്തിരിക്കുന്നു. ദ ഫോളോയിങ് ആർ സം കീ പോയിന്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഈ പോയിന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, അവയർനെസ് എന്നുള്ള പോയിന്റാണ് ആദ്യത്തേത്. അവയർനെസ്. റെക്കഗ്നൈസ് ആൻഡ് റെസ്പെക്ട് കൾച്ചറൽ ഡിഫറൻസസ് ഇൻ നോംസ്, വാല്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്. സാംസ്കാരികമായ വ്യത്യാസങ്ങളെ, അവരുടെ നോംസ്, അവരുടെ ചില എന്താ പറയുക, പാരമ്പര്യവും പതിവുകൾ, ചില ആചാരങ്ങൾ, അല്ലെങ്കിൽ ചില നിയമങ്ങൾ, സാംസ്കാരികമായ ചില നിയമങ്ങൾ, അതാണ് നോംസ്. പിന്നെ നിയമങ്ങൾ കൂടാതെ വാല്യൂസ്, മൂല്യങ്ങൾ,
അവരുടേതായ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, ഇതിനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. ഓൾസോ ബി അവെയർ ഓഫ് യുവർ ഓൺ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റെക്കഗ്നൈസ് ദാറ്റ് അതേഴ്സ് ആർ ഡിഫറെൻറ്റ്. സ്വന്തം നമ്മുടെ തന്നെ സാംസ്കാരികമായ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർ വ്യത്യസ്തരാണെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യണം. നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളും നമ്മൾ ഓർക്കണം എന്നർത്ഥം. കമ്മ്യൂണിക്കേഷൻ അടുത്തത്. Understand variations in language, tone, gestures, and body language across cultures to prevent misunderstandings. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് ശരിയല്ല. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. അത്തരത്തിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുകയോ വരാതെ കാത്തു സൂക്ഷിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി മനസ്സിലാക്കണം നമ്മൾ വേരിയേഷൻസ് ഇൻ ലാംഗ്വേജ്, ടോൺ, ജെസ്റ്റേഴ്സ് ആൻഡ് ബോഡി ലാംഗ്വേജ്. അതായത് ഭാഷയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ടോണിലുള്ള വ്യതിയാനങ്ങൾ, ആംഗ്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ശരീരഭാഷയിലുള്ള വ്യത്യാസങ്ങൾ. നാനാവിധ സംസ്കാരങ്ങളിൽ ഇവയൊക്കെ വ്യത്യസ്തങ്ങളായിരിക്കും. ഇവയൊക്കെ നിരവധി തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും നമ്മളെക്കാൾ. ഈവൻ തല കുലുക്കുന്ന രീതി പോലും, അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്, അങ്ങനെ ഓരോ രീതിയിൽ വ്യത്യസ്തരാണ് ഓരോ സംസ്കാരവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. For example, while direct communication may be valued in some cultures, others may prefer indirect communication or rely more on non-verbal cues. ചില സംസ്കാരത്തിലുള്ളവർ ഓപ്പണായി തുറന്ന് സംസാരിക്കുന്നതിൽ വിശ്വസിക്കുന്നു, ഡിറക്റ്റ് ആയിട്ട് പറയുന്നതിൽ വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചില സംസ്കാരങ്ങളിലുള്ളവരാകട്ടെ ആംഗ്യങ്ങളിൽ, അതുപോലെ തന്നെ നോൺ വേർബൽ ക്യൂസ് കൊടുത്തുകൊണ്ട്, നോൺ വേർബൽ സൂചനകൾ കൊടുത്തുകൊണ്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ആംഗ്യങ്ങളിലൂടെയും മറ്റും ജെസ്റ്റേഴ്സിലൂടെ. അടുത്തത് ലിസ്ണിംഗ് ആൻഡ് എംപത്തി ആണ്. ആക്റ്റീവ്ലി ലിസൺ, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷോ എംപത്തി ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. മറ്റുള്ളവരുടെ സാംസ്കാരിക വ്യത്യാസങ്ങളും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരോട് എംപത്തി കാണിക്കുക, സഹാനുഭൂതി കാണിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, പറയുന്നത് ആക്റ്റീവായി ശ്രദ്ധിക്കുക, ആക്റ്റീവ് ലിസ്ണിംഗ് ഉപയോഗിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. ടേക്ക് ദ ടൈം ടു ലിസൺ അറ്റൻറ്റീവ്ലി ടു അതേഴ്സ്, ആസ്ക് ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷോ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പെർസ്പെക്റ്റീവ്. കൃത്യമായി അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ്, അതായത് വ്യക്തത വരുത്തുന്നതിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ലേൺ ടു എംപത്തൈസ് by putting yourself in someone else's shoes and appreciate their cultural background and experiences. മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണാൻ പഠിക്കുക. എന്നിട്ടോ അപ്രീഷിയേറ്റ് ചെയ്യണം, അനുമോദിക്കണം അവരുടെ സാംസ്കാരിക അനുഭവങ്ങളെയും പശ്ചാത്തലങ്ങളെയും ഒക്കെ. നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്, തള്ളി പറയുകയും അരുത് മറ്റു സംസ്കാരങ്ങളിലുള്ളവരെ. അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി. ബി ഫ്ലെക്സിബിൾ, വഴക്കമുള്ളവരാവണം. ഇൻ അഡ്ജസ്റ്റിംഗ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് ബിഹേവിയർ ടു അക്കോമഡേറ്റ് കൾച്ചറൽ ഡിഫറൻസസ്. നമ്മൾ നമ്മുടെ സാംസ്കാരികമായ വ്യത്യാസം അനുസരിച്ച് ഒരു പ്രത്യേക ശൈലിയിൽ സംസാരിക്കുന്നവരായിരിക്കും. എന്നാൽ മറ്റൊരു നാട്ടിലൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരുടെ ശൈലിക്കൊത്ത് നമ്മുടെ ശൈലി ചെറുതായി ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ശൈലിയിലെങ്കിലും നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. നമ്മുടേതായ മാതൃഭാഷയുടെ ഇൻഫ്ലുവൻസ് ഒരുപാട് കടന്നു വന്നാൽ നമ്മൾ പറയുന്ന ഒന്നും മറ്റൊരു നാട്ടിലുള്ളവർക്ക് മനസ്സിലാവില്ല എന്നുള്ളത് അർത്ഥം. This might involve adjusting your speaking pace, avoiding slang or idiomatic expressions, or being mindful of cultural taboos and sensitivities. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് സംസാരത്തിൻ്റെ വേഗത കുറച്ച് പറയുക, അല്ലെങ്കിൽ ആവശ്യത്തിന് മോഡിഫൈ ചെയ്യുക, സ്ലാങ് ഒഴിവാക്കുക, നമ്മുടെ ചിലപ്പോൾ പ്രാദേശികമായ സ്ലാങ്ങുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതൊരു മാറ്റം വരുത്തുക. പിന്നെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്, നമ്മുടെ ഭാഷയുടെ ചില പ്രയോഗങ്ങളും ശൈലീ പ്രയോഗങ്ങളും ഒക്കെ ഉണ്ട്, അതും ആവശ്യത്തിനനുസരിച്ച് മാറ്റണം. ഉപയോഗിക്കേണ്ടാത്തടത്ത് ഉപയോഗിക്കരുത് എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ കൾച്ചറൽ ടബൂസ്, ടബൂ എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട കാര്യങ്ങളാണ്. കൾച്ചറൽ ടബൂസ് സാംസ്കാരിക വിലക്കപ്പെട്ട കാര്യങ്ങൾ. ചില സംസ്കാരങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കില്ല, അവരെ സംബന്ധിച്ച് വലിയ മോശപ്പെട്ട കാര്യമായിരിക്കാം. അത്തരം കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കണം. അടുത്തതാണ് റെസ്പെക്റ്റ് ആൻഡ് ഓപ്പൺ മൈൻഡഡ്നെസ്. നമ്മൾ എന്താ പറയുക, ബഹുമാനം കൊടുക്കുന്നതിനെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡഡ്നെസ്, തുറന്ന മനസ്സുള്ളവരാകുന്നതിനെ കുറിച്ചും. അപ്രോച്ച് ഇൻ്ററാക്ഷൻസ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് മ്യൂച്വൽ ട്രസ്റ്റ്
through inclusive communication, avoid making assumptions or stereotypes about individuals based on their cultural background. സ്റ്റീരിയോടൈപ്സ് അഥവാ വാർപ്പ് മാതൃകകൾ, വെറും നമ്മളൊരു ഒരു ഒരു വ്യക്തിയെ ഒരു മുൻധാരണ വെച്ച് കാണുക, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ ഒരു മുൻധാരണ വെച്ച് കാണുക, അത്തരത്തിൽ കാണരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തികളെയും, പിന്നെയോ ഇൻക്ലൂസീവ് ആയിരിക്കുക, എല്ലാവരും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുക, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ സംസാരിക്കുക. ചില സംസ്കാരങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേതെങ്കിലും നാട്ടിലുള്ള ഒരു വ്യക്തി വരുമ്പോൾ അയ്യേ ഇന്ന നാട്ടുകാരനാണ് അയ്യേ എന്നുള്ള രീതിയിലുള്ള സംസാരമോ ആറ്റിറ്റ്യൂഡ് പോലും നല്ലതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, അടുത്തത് കോൺഫ്ലിക്ട്സ് മേ അറൈസ് due to cultural misunderstandings or differences in communication styles. വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ളവരാകുമ്പോൾ നമ്മുടെ സംസാര ശൈലി വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. If conflicts arise, resolve conflicts by seeking mutual understanding. തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മ്യൂച്വലായി അതിനെ പരിഹരിക്കുക. കോംപ്രമൈസ് ആൻഡ് അഡ്രസ്സിംഗ് കൾച്ചറൽ ഡിഫറൻസസ് റെസ്പെക്ട്ഫുള്ളി. ബഹുമാനത്തോടെ സാംസ്കാരിക വ്യത്യാസങ്ങളെ നോക്കി കണ്ടുകൊണ്ട് വേണം ഇത് പരിഹരിക്കാൻ. കണ്ടിന്യൂസ് ലേണിംഗ് ആണ് അടുത്തത്. ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ is an ongoing learning process. You need to stay curious and proactive in learning about different cultures to navigate these different diverse environments effectively. ഈ വ്യത്യസ്തമായ കൾച്ചറൽ സവിശേഷതകളെ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അവയെ പഠിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനും നമ്മൾ എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. ഒരു ഓൺ ഗോയിങ് ആയ, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ്, ഒരു പഠനം തന്നെയാണ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരിക്കലും പഠിച്ചു തീരുന്നില്ല, അതെപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്കാരങ്ങളിലുള്ളവരെ നോക്കിയും അവരോട് സംസാരിച്ചും മറ്റു നാടുകൾ സന്ദർശിച്ചുമൊക്കെ നമ്മുടെ അറിവ് എപ്പോഴും വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇത്രയുമാണ് ക്രോസ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിരുന്നു: അവയർനെസ്, കമ്മ്യൂണിക്കേഷൻ, listening and empathy, flexibility, respect and open-mindedness, conflict resolution, continuous learning എന്നിവ. അത് പ്രത്യേകം ഓർമ്മിക്കുക. ഇനി ടാസ്ക് 6 കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് പെട്ടെന്ന്. യൂസിങ് ദി ഇൻ്റർനെറ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ടു ഹൈലൈറ്റ് കൾച്ചറൽ ഡിഫറൻസസ്. നിങ്ങൾ നെറ്റിൽ നോക്കിയിട്ട് കോളം ഫില്ല് ചെയ്യുക. ഓക്കെ, അവിടെ ഒരു കോളത്തിൽ എത്നിസിറ്റി കൊടുത്തിരിക്കുന്നു, അതായത് നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, നമ്മൾ ഏത് നാട്ടുകാരനാണെന്നുള്ളത്, നമ്മുടെ വർഗം ഏതാണ്, ഏത് നാട്ടുകാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ സാംസ്കാരികമായി ഏത് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഗ്രീറ്റിംഗ് കസ്റ്റംസ്, നമ്മൾ മറ്റുള്ളവരെ സ്വീകരിക്കുന്ന പതിവ് രീതികൾ. അടുത്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് അടുത്ത കോളത്തിൽ, അതായത് സംസാരിക്കുന്നതിൻ്റെയോ ആശയവിനിമയം നടത്തുന്നതിൻ്റെയോ ശൈലി. അടുത്ത കോളത്തിൽ വർക്ക് പ്ലേസ് ബിഹേവിയർ, തൊഴിലിടത്തെ പെരുമാറ്റ രീതികൾ. ഇത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. എളുപ്പത്തിന് വേണ്ടി അതിവിടെ ഞാൻ സോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നോട്ടിൽ എഴുതിയെടുക്കാവുന്നതാണ്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ള നേരിടുന്നവർക്ക് വേണ്ടി ഞാനിതൊന്ന് വായിക്കാം. ശ്രദ്ധിക്കുക, ഓരോ കോളവും വായിക്കുമ്പോൾ എഴുതിയെടുക്കുക. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മറ്റുമായി ഞാനിത് വായിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എത്നിസിറ്റി ഇന്ത്യൻ എത്നിസിറ്റി ഉള്ളവർ എങ്ങനെയാണ് അവരുടെ ഗ്രീറ്റിംഗ് കസ്റ്റംസ്, പരസ്പരം അഭിസംബോധന ചെയ്യുന്ന രീതി. ട്രഡീഷണൽ ഗ്രീറ്റിംഗ്സ് ഇൻക്ലൂഡ് നമസ്തേ വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്. Physical contact like handshakes is reserved for formal settings or between men. പൊതുവിൽ പുരുഷന്മാർക്കിടയിലാണ് ഹാൻഡ് ഷേക്ക് ഒക്കെ ഉള്ളത്. ഫോർമൽ സെറ്റിങ്ങിൽ മാത്രമാണ് അധികവും നമസ്തയാണ് ഇത് പൊതുവിലാണ് പറയുന്നത്. കേരളത്തിലൊന്നും അങ്ങനെ അല്ലാന്ന് തോന്നുന്നു, പക്ഷെ പൊതുവിൽ, അല്ലെങ്കിൽ മെട്രോ സിറ്റീസിലൊന്നും അങ്ങനെ അല്ല, പക്ഷെ പൊതുവിൽ എടുക്കുകയാണെങ്കിൽ, വലിയ വിഭാഗം ഗ്രാമങ്ങളിലും പൊതുവിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ is often indirect with an emphasis on maintaining harmony and avoiding conflict. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. നേരിട്ടുള്ള കാര്യങ്ങൾ ആരും നേരിട്ട് പറയാറില്ല, കുറച്ച് വളച്ചു വെട്ടിയൊക്കെ പറയാറുള്ളത്. സൈലൻസ് മേ ബി യൂസ്ഡ് strategically. Hierarchical respect is crucial, especially in conversations. ഹയറാർക്കി വളരെ പ്രധാനമാണ്. ഉച്ചനീചത്വങ്ങൾ ഇന്ത്യയിൽ പ്രധാനമാണ്, പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ, സംടൈംസ് അല്ലെങ്കിൽ പദവിയുടെ ഒക്കെ, അല്ലേ?
നമ്മൾ ഉന്നതമായ പദവിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ കാണുമ്പോൾ നമ്മളുടെ ആ ഒരു ബിഹേവിയറൊക്കെ നമുക്കറിയാം. നമ്മുടെ നാട്ടുകാരെങ്ങനെ പെരുമാറുന്നു, നമ്മൾ തന്നെ എങ്ങനെ പെരുമാറുന്നു അല്ലേ. പിന്നെയോ സൈലൻസ് പലപ്പോഴും അഭികാമ്യമാണ് ഇന്ത്യയിൽ. പലപ്പോഴും മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത്. വർക്ക് പ്ലേസ് ബിഹേവിയർ എങ്ങനെയാണ്? ഇന്ത്യൻ വർക്ക് പ്ലേസസ് എംഫസൈസ് റെസ്പെക്ട് ഫോർ സീനിയോറിറ്റി വിത്ത് ഡിസിഷൻ മേക്കിംഗ് ടിപ്പിക്കലി കോൺസെൻട്രേറ്റഡ് അറ്റ് ദ ടോപ്പ്. പിന്നെയോ ഡെഡ് ലൈൻസ് ക്യാൻ ബി ഫ്ലെക്സിബിൾ വിത്ത് എ ഫോക്കസ് ഓൺ റിലേഷൻഷിപ്സ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. ഇതൊക്കെ ഇന്ത്യൻ തൊഴിലിടങ്ങളിലെ പ്രത്യേകതകളാണ്. തീരുമാനം എടുക്കുന്നപ്പോഴും ടോപ്പിലുള്ള മാനേജ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സീനിയോറിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു തൊഴിൽ സംസ്കാരമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഡെഡ് ലൈൻസ്, ലാസ്റ്റ് ഡേറ്റ്സ് ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ലാസ്റ്റ് ഡേറ്റ് ഇട്ട വ്യക്തിയെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാമെങ്കിൽ ആ ഡേറ്റ് ഒക്കെ മാറും. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇനി ജാപ്പനീസ് എങ്ങനെയാണെന്ന് നോക്കാം. ബോവിങ് ഈസ് ദ ട്രഡീഷണൽ ഫോം ഓഫ് ഗ്രീറ്റിംഗ്. ഒന്ന് വണങ്ങുക എന്നുള്ളതാണ് അവരുടെ പരമ്പരാഗത രീതി, വിത്ത് വേരിയേഷൻസ് ഇൻ ഡെപ്ത് ഡിപ്പെൻഡിങ് ഓൺ ദ ഫോർമാലിറ്റി അനുസരിച്ച് എത്രത്തോളം കുനിയുന്നു എന്നുള്ളത് പ്രധാനമായിട്ട് മാറും. ഹാൻഡ് ഷേക്സ് ആർ ഓൾസോ ബിക്കമിങ് കോമൺ ഇൻ ബിസിനസ് സെറ്റിങ്സ്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലും മറ്റും ഹാൻഡ് ഷേക്സ് വളരെ കോമൺ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെൻഡ്സ് ടു ബി ഇൻഡിറക്റ്റ് വിത്ത് സ്ട്രോങ് എംഫസിസ് ഓൺ പൊളൈറ്റ്നെസ്. ഇൻഡിറക്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ, നേരെ കാര്യങ്ങൾ പറയുന്നതിന് പകരം പൊളൈറ്റായിട്ട് പറയുന്നു. ആൻഡ് നോൺ വെർബൽ ക്യൂസ്, വാക്കുകൾ ഉപയോഗിക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചു. സൈലൻസ് ഇസ് വാല്യൂഡ് ആൻഡ് ക്യാൻ ബി എ സൈൻ ഓഫ് തോട്ട്ഫുൾനെസ്. സൈലൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ചിന്തയുടെ ഡീപ്പായ മെഡിറ്റേഷൻ്റെ, തോട്ട്ഫുൾനെസ്സിൻ്റെ ഒക്കെ ഒരു അടയാളമായിട്ട് സൈലൻസിനെ കാണുന്നു, നിശബ്ദതയെ കാണുന്നു. വർക്ക് പ്ലേസിൽ ജാപ്പനീസ് വർക്ക് പ്ലേസസ് ആർ ഹൈലി ഹൈറാർക്കിക്കൽ ആൻഡ് ഡിസിഷൻസ് ആർ ഓഫൺ മെയ്ഡ് കളക്റ്റീവ്ലി. വർക്ക് പ്ലേസുകൾ ഹൈറാർക്കിക്കൽ തന്നെയാണ്, അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങളുണ്ട്. അതുപോലെ തന്നെ തീരുമാനങ്ങൾ കളക്റ്റീവായിട്ട് ഒരുമിച്ചെടുക്കപ്പെടുന്നു. പങ്ക്ച്വാലിറ്റി ആൻഡ് പ്രൊഫഷണലിസം ആർ ക്രൂഷ്യൽ വിത്ത് എ സ്ട്രോങ് ഫോക്കസ് ഓൺ ഗ്രൂപ്പ് ഹാർമണി ആൻഡ് ലോങ് ടേം റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ലോങ് ടേം ആയ പാർട്ട്ണർഷിപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ അവിടെ ലോങ് ടേം എന്നുള്ള സ്ഥലത്ത് അതിനുശേഷം ലോങ് ടേം പാർട്ട്ണർഷിപ്പ് എന്ന് എഴുതി ചേർക്കണം. അവിടെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഹൈറാർക്കിക്കലാണെന്ന് പറഞ്ഞു. പങ്ക്ച്വാലിറ്റിക്കും പ്രൊഫഷണലിസത്തിനും വലിയ പ്രാധാന്യമാണുള്ളത് എന്നുള്ളതും ഓർമ്മിക്കുക. ഇനി അടുത്തതാണ് അമേരിക്കൻസിൻ്റെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഹാൻഡ് ഷേക്സ് ആർ ദ മോസ്റ്റ് കോമൺ ഗ്രീറ്റിംഗ്, often accompanied by a smile and direct eye contact. First names are quickly adopted in casual settings. ഓക്കെ, ഹാൻഡ് ഷേക്സ് വളരെ കോമൺ ആണ്. കൈ ഷെയ്ക്ക് ചെയ്യുക എന്നുള്ളത്, കൈ കൊടുക്കുക എന്നൊക്കെയുള്ളത്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഒരു സ്മൈൽ, പുഞ്ചിരിക്കുക, ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ പ്രധാനമാണ്. പിന്നെയോ ഫസ്റ്റ് നെയിംസ് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ആൾക്കാരെ വിളിക്കാൻ തുടങ്ങും. ഫസ്റ്റ് നെയിം വെച്ചിട്ട് തന്നെ, ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം. പൊതുവിൽ ഒഫീഷ്യൽ സെറ്റിങ്ങുകളിൽ ആദ്യം സെക്കൻഡ് നെയിം വെച്ചിട്ടാണ് സംസാരിച്ച് തുടങ്ങുക അല്ലേ. ഇപ്പോൾ ഒരാളുടെ പേര് വില്യം ഷേക്സ്പിയർ എന്നാണെങ്കിൽ മിസ്റ്റർ ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ആദ്യമായി പരിചയപ്പെടുന്നവർ കുറേ കാലം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. പ്രത്യേകിച്ച് ഫോർമൽ സെറ്റിങ്ങിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇൻഫോർമൽ സെറ്റിങ്ങിലാണ് മിസ്റ്റർ വില്യം എന്നോ അല്ലെങ്കിൽ വില്യം എന്നൊക്കെ നമ്മൾ ആ ഫസ്റ്റ് നെയിം വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയും അമേരിക്കൻസിൻ്റെ ഇടയ്ക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ഫസ്റ്റ് നെയിമിലേക്ക് അവർ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിറക്റ്റ് ആൻഡ് ടു ദ പോയിൻറ്റ്. നേരിട്ട് കാര്യം പറയും അവർ, വിത്ത് എ പ്രിഫറൻസ് ഫോർ ക്ലാരിറ്റി ആൻഡ് അസർട്ടീവ്നെസ്. കൃത്യത, വ്യക്തത വളരെ പ്രധാനമാണ്. ഓപ്പൺ ഡിസ്കഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് ആർ എൻകറേജ്ഡ്. കാര്യങ്ങൾ ഓപ്പണായി ഡിസ്കസ് ചെയ്യുന്നതും ഫീഡ്ബാക്കും ഒക്കെ അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ വർക്ക് പ്ലേസസ് വാല്യൂ ഇൻഡിവിജ്വലിസം. അമേരിക്കൻ തൊഴിലിടങ്ങളിൽ ഇൻഡിവിജ്വലിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. വ്യക്തി അവിടെ വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ആൻഡ് എംപ്ലോയീസ് ആർ എൻകറേജ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻസ്. ഡിസിഷൻ മേക്കിംഗ് ഇസ് ഓഫൺ ഫാസ്റ്റർ ആൻഡ് ഡെഡ് ലൈൻസ് ആർ സ്ട്രിക്ട്ലി ഫോളോഡ്. ഒരു ഡേറ്റ് കൊടുത്താൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അതുപോലെ തന്നെ തൊഴിലാളികൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. ഇതിനൊക്കെ വലിയ പ്രാധാന്യമുള്ള ടൈം മാനേജ്മെൻറ്റ്, എഫിഷ്യൻസി ആർ കീ. ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. ഇനി ഇറ്റാലിയൻ എങ്ങനെയാണെന്ന് നോക്കാം. യൂറോപ്യൻ പൊതുവെ ഗ്രീറ്റിംഗ്സ് വാരി വിത്ത് ഹാൻഡ് ഷേക്ക് ഫോർ ഫോർമൽ ഗ്രീറ്റിംഗ്സ് ആൻഡ് ചീക്ക് കിസ്സസ് ബിറ്റ്വീൻ ജെൻഡേഴ്സ് ഇൻ സോഷ്യൽ സെറ്റിങ്സ്. അപ്പോൾ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ഷേക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ചീക്ക് കിസ്,
പരസ്പരം രണ്ട് ചീക്ക്, അതായത് കവിളുകൾ മുട്ടിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് ഒരു ചീക്ക് കിസ്സാണ് ശരിക്കും. ഒരു കവിളിൽ കിസ്സ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഉമ്മ കൊടുക്കുന്ന രീതിയാണ്. അത് ഒരു യൂറോപ്യൻ രീതിയാണ്. അത് സ്ത്രീ പുരുഷന്മാർ രണ്ട് ബിറ്റ്വീൻ ജെൻഡേഴ്സ് അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് പരിചയമില്ലാത്തവരായാലും ഉള്ളവരായാലും ഒരു പ്ലസൻ്റായി ചിരിച്ചുകൊണ്ട് കവിളുകൾ അടുത്തേക്ക് കൊണ്ടുവരിക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇറ്റാലിയൻസ് ടെൻഡ് ടു ബി എക്സ്പ്രസീവ് വിത്ത് സ്ട്രോങ് ജെസ്റ്റേഴ്സ് ആൻഡ് ആനിമേറ്റഡ് കോൺവെർസേഷൻസ്. ഇറ്റാലിയൻസ് കുറച്ചുകൂടി എക്സ്പ്രസീവാണ്, കാര്യങ്ങൾ വളരെ തുറന്ന് പറയുന്നവരൊക്കെയാണ്. അവരുടെ സംസാരങ്ങളൊക്കെ വലിയ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ട് അവർ പറയാം. ദേ വാല്യൂ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് മേ ബ്ലെൻഡ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡിസ്കഷൻസ്. പേഴ്സണൽ റിലേഷൻഷിപ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊഫഷണൽ രണ്ട് ഡിസ്കഷൻസും ഒരുമിച്ച് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കും. രണ്ടും ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ അവർ ചിലപ്പം ശ്രമിച്ചെന്ന് വരാം. ഇൻ ദ വർക്ക് പ്ലേസ് ഇറ്റാലിയൻസ് ഓഫൻ വർക്ക് ഇൻ ടീംസ് ബട്ട് ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ബി സ്ലോവർ ഡ്യൂ ടു എ ഫോക്കസ് ഓൺ കൺസെൻസസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും സ്ലോ ആണ്. കാരണം എല്ലാവരുടെയും കൺസെൻസസ് വാങ്ങിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ എല്ലാവരോടും ചോദിക്കാൻ നോക്കുമ്പോഴത്തേക്ക് സമയം കുറേ പോകും. ഹയറാർക്കി ഈസ് റെസ്പെക്റ്റഡ് ബട്ട് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി ആർ ഇമ്പോർട്ടൻറ്റ്. ഹയറാർക്കിയെ ഉച്ചനീചത്വങ്ങൾ വർക്ക് സ്പേസിലുണ്ട്, അതിന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ. എന്നാൽ അതേസമയം തന്നെ ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, അതായത് ഒരു വഴക്കവും പിന്നെ ഒത്തുപോകാനുള്ള കഴിവും അതൊക്കെ പ്രധാനമാണ് അവിടെ. അപ്പോൾ ഇതൊക്കെ ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫെനറ്റിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫെമിലിയാരിറ്റി വിത്ത് ഇംഗ്ലീഷ് സൗണ്ട്സ് എന്ന ടോപ്പിക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ബൈ.